ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റേഴ്സ് വ്ലോഗ്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കർവിൻ്റെ വീഡിയോ EV കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തതാണ് കർവിൻ്റെ പെട്രോൾ ഡീസൽ. അപ്പോൾ ഈ വണ്ടിയുടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. ഇതും പഴയ പുള്ളി തന്നെയാണ്, വിഷ്ണു തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കുറച്ച് ലെങ്ത് കൂടുതലാണെങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാര്യങ്ങളൊക്കെ നമ്മൾ 2 പാർട്ടായിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കണ്ടതിന് ശേഷം മാത്രമുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇതിൽ മെയിൻലി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്, കർവിൽ വരുമ്പോൾ കർവ് ഓൾമോസ്റ്റ് പുതിയതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനകത്ത് മെയിൻലി വന്നൊരു അപ്ഡേറ്റ്, നമുക്ക് പുതിയൊരു എൻജിൻ ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം ടോട്ടൽ 3 എൻജിൻ ഓപ്ഷൻസാണ് നമുക്ക് കർവ് ഐസിൽ നമുക്ക് വന്നിരിക്കുന്നത്. 1.5 ലിറ്ററിൻ്റെ ക്രയോജെറ്റ് ഡീസൽ എഞ്ചിനും ഒരു 1.2 ലിറ്റർ റിവോട്രോൺ എഞ്ചിനും അതോടൊപ്പം പുതിയൊരു എഞ്ചിൻ ഓപ്ഷൻ കൂടി ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 1.2 ലിറ്ററിൻ്റെ GDI എഞ്ചിൻ, അതായത് കുറച്ചുകൂടി വെഹിക്കിളിന് പവർ, ഒരു 125 BSP പവർ നമുക്ക് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഉൾപ്പെടെ ഒരു 225 ന്യൂട്ടൺ മീറ്ററിൻ്റെ ടോർക്കും. ഫുള്ളി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു മോഡലിനകത്ത് ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻസ് അവതരിപ്പിക്കുന്നത്. കുറച്ചൊരു പവർഫുൾ എഞ്ചിനാണ്. നമുക്ക് അഡീഷണൽ ആവുന്നൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ, ഡീസലിന് നമുക്ക് നെക്സോണിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഡീസലിന് AMT ഗിയർ ബോക്സ് ആയിരിക്കും വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കർവിൽ വരുമ്പോൾ അത് DCA ഗിയർ ബോക്സ്, ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നിട്ടുള്ള DCA ഗിയർ ബോക്സ് ആയിരിക്കും നമുക്ക് കർവിൽ വരുന്നത്. അത് പെട്രോളിലും അതോടൊപ്പം ഡീസലിലും അവൈലബിൾ ആണ്. അതോടൊപ്പം നമ്മൾ നെക്സോൺ EVയിൽ കണ്ടതുപോലെ തന്നെ കണക്റ്റഡ് എൻഡ് ടു എൻഡ് LED DRലും LED ഫോഗ് ലാമ്പ് അതുപോലെ LED ഹെഡ് ലാമ്പ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആയിരിക്കും. കോർണറിംഗ് ഫംഗ്ഷൻ വരുന്ന വിത്ത് ഗ്ലാസിൻ്റെ ഫീച്ചേഴ്സ്. ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? സ്റ്റാർട്ടിങ് എത്രയാണ് ചേട്ടാ? നമുക്കിൻ്റെ പ്രൈസ് വരുന്നത് പെട്രോളിൻ്റെ സ്റ്റാർട്ടിങ് മാനുവലിൻ്റെ ഓൺ റോഡ് വരുമ്പോൾ 11,72,000 രൂപ തൊട്ടായിരിക്കും നമുക്ക് മാനുവലിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്, ബേസ് മോഡൽ. നമുക്കിനി ഇതിനകത്ത് ടോട്ടലി വരുന്നത് 8ഓളം വേരിയൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് സൺറൂഫ് ഉള്ള ഒരു കസ്റ്റമറിന് വേണമെങ്കിൽ മിഡ് വേരിയൻറ്റിൽ തന്നെ സൺറൂഫ് ക്രിയേറ്റീവ് എസ് എന്ന് പറഞ്ഞ മോഡൽ വേണമെങ്കിൽ എടുക്കാം. പ്യുവർ തൊട്ട് താഴെ പ്യുവർ ക്രിയേറ്റീവിൽ നമുക്ക് എന്ന് വെച്ചാൽ ഓരോ പേഴ്സണൽ വൈസാണ്. എന്ന് വെച്ചാൽ സ്മാർട്ട്, പ്യുവർ, ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 4ഓളം വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. 4 വേരിയൻറ്റ്സ് അതിനകത്ത് മെയിൻലി വരുന്നത്. പിന്നെ ഇതിനകത്തെല്ലാം ഓപ്ഷണൽ വേരിയൻറ്റ്സാണ് വരുന്നത്. അതായത് ഇപ്പം സൺറൂഫ് വേണമെന്നുള്ളൊരു കസ്റ്റമറിന് ഇപ്പം ബഡ്ജറ്റ് ഇല്ല, ടോപ്പ് എൻഡ് എടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ മിഡ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഈ സൺറൂഫ്, അതായത് പ്യുവർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ തന്നെ നമുക്ക് സൺറൂഫ് വരുന്ന ഒരു ഓപ്ഷൻ. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എൻക്വയറി നടത്തുന്നതും ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്നതും ഏറ്റവും കൂടുതൽ വെഹിക്കിൾ പോകുന്നതും പ്യുവർ പ്ലസ് S എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻറ്റിലോട്ടാണ് വരുന്നത്. അതായത് LED DRL ഫോഗ് ലാമ്പ്, ടച്ച് സ്ക്രീൻ, 7 ഇഞ്ചിൻ്റെ ഹാർമൺ ടച്ച് സ്ക്രീൻ വിത്ത് റിവേഴ്സ് ക്യാമറ, JBLൻ്റെ തന്നെ 4 സ്പീക്കേഴ്സ്, സ്റ്റിയറിംഗ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്, റിയർ AC വെൻറ്റ്, 17 ഇഞ്ചിൻ്റെ അലോയ്സ് വരുന്നത്, വീൽ ക്യാപ്പ് ഉൾപ്പെടെ നമുക്ക് ആ ഒരു മോഡലിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ എക്സ്ഷോറൂം വരുമ്പോൾ 11.99 ആയിരിക്കും നമുക്ക് എക്സ്ഷോറൂം വരുന്നത്. ഓൺ റോഡ് വരുമ്പോൾ 14.3, 14 ലക്ഷം രൂപ നമുക്ക് ഓൺ റോഡ് ആ ഒരു മോഡലിന് പെട്രോൾ മാനുവലിന് വരുന്നുണ്ട്. നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് എപ്പോഴും വരുമ്പോൾ ടോപ്പ് എൻഡിലായിരിക്കും നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് വരുന്നത്. നമുക്ക് പെട്രോളിൻ്റെ ടോപ്പ് എൻഡിൽ അഡാസ് വരുമ്പോൾ 21,27,000 രൂപ വരും. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കളേഴ്സ് വരുന്നത് നമുക്ക് അഡീഷണൽ വരുന്നത് വൈറ്റ്, ഗ്രേ, റെഡ്, അരിസോണൽ ബ്ലൂ, പിന്നെ നമുക്കൊരു ഗോൾഡ് കളർ കൂടി നമുക്ക് വരുന്നത്. ഇതിൻ്റെ വണ്ടി ഇപ്പോൾ അവൈലബിൾ ആണോ? നമുക്ക് നിലവിൽ വെഹിക്കിൾ ഫിസിക്കലി അവൈലബിൾ അല്ല, കാരണം അത്യാവശ്യം വെയിറ്റിംഗ് പീരീഡ് ഇപ്പോൾ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നല്ലൊരു ബുക്കിംഗ് കൗണ്ട് ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട് നിലവിൽ. എന്നാലും ഒരു 30 to 90 days ആയിരിക്കും നോർമൽ ഒരു വെയിറ്റിംഗ് പീരീഡ് ഇപ്പോൾ ടാറ്റ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പെട്രോൾ ഇല്ലേ, അതോ ഡീസൽ മാത്രമേ ഉള്ളൂ? പെട്രോളിൽ 2 എഞ്ചിൻ ഓപ്ഷൻസും ഡീസലിൽ ഒരു 1.5 ലിറ്ററിൻ്റെ ക്രയോജെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു എഞ്ചിനുമാണ് അവരത്. 125 BSP ആയിരിക്കും നമുക്ക് ഇതിനകത്ത് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ഡീസൽ വരുമ്പോൾ ഡീസലിൻ്റെ 6 സ്പീഡ് മാനുവൽ അവൈലബിൾ ആണ്, 7 സ്പീഡ് DC അവൈലബിൾ. ഇത് വേറെ പ്ലാറ്റ്ഫോമാണ് അതോ പുതിയ പ്ലാറ്റ്ഫോമാണ് അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ട്. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണോ EV വരുമ്പോൾ Arcade.EV എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലാറ്റ്ഫോമും, ഡീസൽ വരുമ്പോൾ, അതായത് ഡീസലല്ല പെട്രോളാണ്, ഡീസലാണ് അറ്റ്ലസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നത്. നമുക്ക് വാറണ്ടി വരുന്നത് 3 year അല്ലെങ്കിൽ 1 lakh kilometer വാറണ്ടി ആയിരിക്കും ഡിഫോൾട്ടായിട്ട് മാനുഫാക്ചറിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അഡീഷണൽ നമുക്ക് 2 year നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ 5 years അല്ലെങ്കിൽ 1,75,000 kilometers വാറണ്ടി അവൈലബിൾ ആയിരിക്കും. അഡീഷണൽ എമൗണ്ട് നമുക്കിതൊരു അപ്ഡേറ്റ് ആയിട്ടില്ല, വെഹിക്കിൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 2 monthsനകത്ത് എക്സ്റ്റെൻഡ് വാറണ്ടിയുടെ എമൗണ്ടും അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 1 year വേണമെങ്കിൽ 1 year അല്ലെങ്കിൽ 2 year വേണമെങ്കിൽ 2 year ചെയ്യാൻ പറ്റും.
ഹാർമൻ്റെ തന്നെയാണ് നമുക്ക് ഈ മ്യൂസിക് സിസ്റ്റം വരുന്നത്. വിത്ത് 9 സ്പീക്കർ സിസ്റ്റം ഉൾപ്പെടെ JBL സ്പീക്കേഴ്സ് ആയിരിക്കും വരുന്നത്. അതോടൊപ്പം നമുക്ക് 6 വേ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും നമ്മുടെ ഡ്രൈവർ സൈഡ് സീറ്റ് വരുന്നത്. വിത്ത് വെന്റിലേറ്റഡ് സീറ്റ് ഉൾപ്പെടെ നമുക്ക് ആ ഒരു മോഡലിനകത്ത് അവൈലബിൾ ആയിരിക്കും. 12.25 ഇഞ്ചസിൻ്റെ ഒരു സിനിമാറ്റിക് ടച്ച് സ്ക്രീൻ ആയിരിക്കും ബൈ ഹാർമൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ആയിരിക്കും നമുക്ക് ഈ ഒരു മോഡലിനകത്ത് വരുന്നത്. വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിരിക്കും. നമുക്ക് ക്രിയേറ്റീവ് S എന്ന് പറയുന്ന ഒരു മിഡ് വേരിയൻറ്റ്, അതായത് നമ്മുടെ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ മോഡലിലോട്ട് നമുക്ക് സൈസ് 10 ഇഞ്ചിലോട്ട് മാറും. ബേസ് മോഡലിലോട്ട് പോകുമ്പോൾ 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനും എല്ലാം ഹാർമൺ തന്നെയായിരിക്കും. സൈസിലായിരിക്കും നമുക്ക് മെയിൻലി ഇതിനകത്തൊരു വ്യത്യാസം വരുന്നത്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ മോഡലിലോട്ട് പോകുമ്പോൾ, ക്രിയേറ്റീവിൽ സൺറൂഫ് വരുന്ന മോഡലിലോട്ട് പോകുമ്പോൾ നമുക്കിത് 10 ഇഞ്ചിൻ്റെ ഹാർമനും, അക്കംപ്ലിഷ്ഡിലോട്ട് പോകുമ്പോൾ നമുക്കിത് 12.25 ഇഞ്ചസിൻ്റെ ഹാർമനായിരിക്കും. ഈ ക്രിയേറ്റീവ്, അതായത് 10 ഇഞ്ച് ടച്ച് സ്ക്രീനിനകത്തും 12.25 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീനിനകത്തും നമുക്ക് വയർലെസ് ആയിരിക്കും. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം നമുക്ക് വയർലെസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ. ഇതായിരിക്കും ഒരു മാപ്പ് വ്യൂ വരുന്നത്, നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു വ്യൂവും വിത്ത് ആംബിയൻ ലൈറ്റ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു മോഡലിനകത്ത് അവൈലബിൾ ആയിരിക്കും. ആംബിയൻ ലൈറ്റ് നമുക്ക് ഈ ഒരു പാഡിലും ഡോർ പാഡിലും അതുപോലെ സൺറൂഫിലും നമുക്ക് ആ ഒരു ആംബിയൻ ലൈറ്റിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇത് നമുക്ക് കളേഴ്സ് കസ്റ്റമൈസ്ഡബിൾ ആയിരിക്കും. നമുക്ക് അത് ഇവിടെ തന്നെ ചെയ്യാനും പറ്റുമല്ലേ? കസ്റ്റംസ് നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീനകത്ത് തന്നെ നമുക്ക് മൂഡ് ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ. നമുക്ക് റൂഫിൽ വേണം, നമുക്ക് എവിടെയാണോ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. ആവശ്യമുള്ളത് മാത്രം നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും. ബ്രൈറ്റ്നസ് ഇതിന്റെ ADAS ഫീച്ചർ ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് തന്നെയാണോ? നമുക്ക് ADAS ഫീച്ചേഴ്സ് വരുന്നത് ഇതിനകത്ത് തന്നെ ആയിരിക്കും വരുന്നത്. നമുക്ക് പിന്നെ അഡീഷണൽ ഒരു മൂഡ് ലൈറ്റിൻ്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മോഡ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് എക്കോ, സിറ്റി, സ്പോർട്സ് മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആംബിയൻ ലൈറ്റും ചേഞ്ച് ആവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിതിപ്പം എക്കോയിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ഗ്രീൻ ലൈറ്റ് ആയതിനു ശേഷം തിരിച്ച് ഏതാണോ നമ്മൾ സെറ്റ് ചെയ്ത കളർ ആ ഒരു കളറിലോട്ട് ഇൻഡിക്കേഷൻ വരുന്നത് പോലെ. അത് നൈറ്റ് ഡ്രൈവിൽ കുറച്ചും കൂടി കാണുന്നതിൽ കുറച്ചും കൂടി ഇതുപോലെ തിരിച്ച് അതുപോലെ സ്പോർട്സ് മോഡിലാകുന്ന ടൈമിൽ അത് ഫുൾ റെഡ് കളറിലോട്ട്, അതായത് വെഹിക്കിളിലെ പവർ മാറുന്നതിനനുസരിച്ച് ആ ഒരു വാണിംഗ് പോലെ ഇൻഡിക്കേറ്റ് പോലെ കാണിക്കുക. അതോടൊപ്പം വോയിസ് കമാൻഡ് ത്രൂ നമ്മുടെ ഏതാണോ മോഡ് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. പ്ലസ് നമുക്ക് അഡീഷണൽ JBLൻ്റെ 9 മോഡ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതായത് ബാസ് മോഡ്, സിനിമാറ്റിക് മോഡ് എന്ന് പറഞ്ഞിട്ട് മോഡ്സും അവൈലബിൾ ആയിരിക്കും. നമുക്ക് എങ്ങനെയാണോ മ്യൂസിക് നമുക്ക് കേൾക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി ഇതെല്ലാം നമുക്ക് സാധാരണ EV-ലൊക്കെ വരുന്ന ആ ഒരു സെയിം കൺട്രോൾ പാനൽ തന്നെ. ഫിജിറ്റൽ എന്ന് പറഞ്ഞത് 5 EV-ക്കകത്തും വരുന്നുണ്ട്, നെക്സോൺ EV-ക്കകത്തും ഈ സെയിം കൺട്രോൾസ് ആയിരിക്കും വരുന്നത്. വിത്ത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ തന്നെയായിരിക്കും. നമുക്ക് ആ ഒരു ബേസ് മോഡലിലോട്ട്, ബേസല്ല സെക്കൻഡ് വേരിയന്റിലോട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് മാറുന്നതനുസരിച്ച് ഇതിനകത്തുള്ള ഓപ്ഷൻസിൽ ചിലത് ഫീച്ചേഴ്സിൽ മാറും. അതായത് ബേസ് മോഡലിലോട്ടൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രസ് കൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണത്തില്ല. അതോടൊപ്പം 360° ക്യാമറ ഇതിനകത്തുള്ള മെയിനിലൊരു HD ക്യാമറയായിരിക്കും നമുക്ക് ഈ ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഏത് മോഡ്, ഏത് ക്യാമറ വേണോ നമുക്ക് ഇൻഡിവിജ്വലി ഓപ്പറേറ്റ് ചെയ്യാം. അതോടൊപ്പം ഇതിൻ്റെ 3D വ്യൂ നമുക്ക് ഇതിനകത്ത് ചുറ്റും എന്ത് സംഭവിക്കുന്നു നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതെ, ക്യാമറ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ക്യാമറ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. സൈഡിൽ എന്താണോ അത് കറക്റ്റ് നമുക്ക് ഈ സ്റ്റിയറിംഗ് കൺട്രോൾ എന്തൊക്കെയാണ് വരുന്നത്? മെയിൻലി നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഈ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് മൊത്തം ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും വരുന്നത്. അതായത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ, മ്യൂസിക്കിൻ്റെ ചേഞ്ച്, കോൾ അറ്റൻഡ്, റിജക്റ്റ്, ഏതാണോ മോഡ്, അതായത് ബ്ലൂടൂത്ത് എന്നുള്ളതിൻ്റെ ചേഞ്ചസും കാര്യങ്ങളും, വോയിസ് കമാൻഡ് നമുക്ക് ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് ഈ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നത് ക്രൂയിസ് കൺട്രോളും ലൈൻ ചേഞ്ച്, ADASൻ്റെ ലൈൻ ചേഞ്ചിങ് അസിസ്റ്റും, അതായത് ലൈൻ കീപ്പ് അസിസ്റ്റും വിത്ത് ആ ഒരു TFT ക്ലസ്റ്റർ. മീറ്റർ കൺസോൾസ് നമുക്ക് കസ്റ്റമർ എങ്ങനെയാണോ നോക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് ടയറിൻ്റെ ഇൻഡിവിജ്വൽ തീം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു തീമിനെ തന്നെ ആയിരിക്കും വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മോഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്ത് മോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് വന്നിരിക്കുന്നില്ലേ, ഈ ഒരു നമ്മുടെ സ്പീഡോ മീറ്ററിൻ്റെ RPM മീറ്ററും സ്പീഡ് മീറ്റർ, അതിന് നമുക്ക് ഡിസൈൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. വ്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
ക്രൂയിസ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു മോഡലിനകത്ത് അവൈലബിൾ. ഇതായിരിക്കും നമ്മുടെ പാനറോമിക് സൺറൂഫിൻ്റെ ഒരു ഓപ്ഷൻ. ഇതായിരിക്കും നമുക്ക് ജസ്റ്റ് നമുക്ക് വോയിസ് ത്രൂ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തും ചെയ്യാം. ഓക്കെ. ഇതിനകത്ത് വരുന്നത് ഒരു പാനറോമിക് സൺറൂഫ് ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. ഞാൻ പറയാം അത്യാവശ്യം നല്ലൊരു വെട്ടം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്കിത് വോയിസ് ത്രൂ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിത് വരുന്നത് നമുക്ക് ഡീസൽ എഞ്ചിനാണ്. ഒരു 1.5 ലിറ്ററിൻ്റെ ക്രയോജെറ്റ് എഞ്ചിനായിരിക്കും നമുക്ക് ഈ ഒരു മോഡലിനകത്ത് വരുന്നത് വിത്ത് 6 സ്പീഡ് ഗിയർ ബോക്സ്. ഇതിനകത്ത് നമുക്ക് DCA ഗിയർ ബോക്സും അവൈലബിൾ ആയിരിക്കും. ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ട് DCA നമുക്ക് ഡീസലിൽ ഫസ്റ്റ് ടൈം ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ടൈമാണ് നമുക്ക് വരുന്നത്. അഡീഷണൽ ഇതോട്ടിലോട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ എക്കോ സിറ്റി സ്പോർട്സ് മോഡ് നമുക്ക് വരുന്നത്. മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഇതിനകത്ത് വരുന്നത് നമ്മുടെ നോർമൽ മാനുവൽ ഹാൻഡ് ബ്രേക്ക് അല്ല, ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക് ആയിരിക്കും വരുന്നത് വിത്ത് ഓട്ടോ ഹോൾഡ്. EVയിലും വരുന്ന അതേ സെയിം. മുമ്പ് നെക്സോണിലോട്ട് പോകുമ്പോൾ നമ്മുടെ അത് മാനുവൽ ആയിരുന്നു. വിത്ത് ഇതിലോട്ട് പോകും. നമുക്ക് DCA വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് പാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. എനിക്ക് നല്ലൊരു സംശയം എന്ന് പറഞ്ഞാൽ ഒരു പേടിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ വണ്ടി ഓടിക്കാൻ നമുക്ക് ഒരു പെഡൽ നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബ്രേക്ക് ഉണ്ടായിട്ടും നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ ഇലക്ട്രിക് ബ്രേക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആണ്, നമുക്ക് പിടിച്ചാൽ കിട്ടുമോ, നമുക്ക് പെട്ടെന്ന് പ്രസ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ട്. ഒരു സഡൻ ആയിട്ടൊരു സമയത്ത് നമുക്ക് അത് ചെയ്യണമെങ്കിൽ വർക്കിംഗ് എങ്ങനെയാണ്? നമുക്കിപ്പോൾ മാനുവലിലാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല, നമുക്ക് പേടി വരില്ല. എന്നാലും നമുക്ക് ഗിയർ ലോക്ക് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നിർത്താം. EVയിലോട്ട് പോകുമ്പോഴും ടാറ്റ നോംസ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുത്തോളാം. നമുക്ക് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പുള്ള് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ടയർ ലോക്കാവും, എന്ന് വെച്ചാൽ സ്പീഡ് കുറയും. നമുക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അങ്ങനെ യൂസ് ചെയ്യാം. എപ്പോഴും അല്ല, എമർജൻസി സിറ്റുവേഷനിൽ മാത്രം. കാരണം ഇതൊരു ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്കിത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റുന്നില്ല, എത്രത്തോളം ഇത് അങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കംപ്ലയിൻസ് ആവാൻ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല, ഇലക്ട്രിക് സൈഡ്. അപ്പോൾ നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് മുകളിലോട്ടൊന്ന് പുള്ള് ചെയ്ത് പിടിക്കാം. എനിക്ക് സാധാരണ നോർമലി അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പുള്ള് ചെയ്യാൻ പറ്റി. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ടെൻഷനുണ്ട്, നമുക്ക് അന്ന് നിന്നതുപോലെ നിൽക്കുമെന്നുള്ള. അതുകൊണ്ടാണ് സ്പീഡ് കുറയും, നല്ലപോലെ സ്പീഡ് കുറയും. പുറകിലെ ടയേഴ്സ് ലോക്കാവും. ജസ്റ്റ് ഈ ബട്ടൺ ഇതൊന്ന് മേഖലോട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ പുറകിൽ വെഹിക്കിൾ ഉണ്ടോ നോക്കിയിട്ട് ചെയ്യാവും. വെഹിക്കിൾ ഹോൾഡായി നിൽക്കും. അതിപ്പോൾ നമ്മുടെ മാനുവലിലും ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഓട്ടോമാറ്റിക്കലായിരുന്നു മുന്നേ വന്നുകൊണ്ടിരുന്നത്, മാനുവലിലും കൊടുത്തത്. ജസ്റ്റ് പുതുതായിട്ട് പഠിക്കുന്ന ഒരാളുകൾക്ക് അത് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. അതല്ലാതെ 3 സെക്കൻഡ് ഒരു ഹോൾഡും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ കൺട്രോൾ പാനൽ വിത്ത് 360° ക്യാമറ, നേരത്തെ പറഞ്ഞ സെൻട്രൽ ലോക്കിൻ്റെ ഒരു ഓപ്ഷൻ. ബൂട്ട്സ് ഇലക്ട്രിക്കൽ ഓപ്പണിംഗ് ആയിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് പ്രസ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബൂട്ട് ഓണിലാക്കാം, തിരിച്ചത് ക്ലോസ് ആവുകയും ചെയ്യും. ഹിൽ ഡിസൈൻ കൺട്രോൾ, ഫോഗ് ലാമ്പ് വിത്ത് കോർണറിംഗ് ഫംഗ്ഷൻ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു മോഡലിനകത്ത് വരുന്നത് വിത്ത് എക്സ്പ്രസ് കൂളിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടെ നമുക്കിനകത്ത് വരുന്നത്. പിന്നെ അഡീഷണൽ വരുന്നത് നമുക്ക് ഈ ഒരു മോഡലിലോട്ട് പോകുമ്പോൾ ലെതറേറ്റിൻ്റെ വെന്റിലേറ്റർ സീറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നത്. പ്ലസ് വയർലെസ് ചാർജർ നമുക്ക് ഈ ഒരു മോഡലിനകത്ത് വരുന്നുണ്ട്. ഇതിലും ബൂട്ട് സ്പേസ് സെയിം 500 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു മോഡലിലോട്ടും വരുന്നത്. ഇവിടെ ഒരു കപ്പ്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. ഇതിനവിടെ നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. പേഴ്സോ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാനുള്ള രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ആംറസ്റ്റ് എല്ലാം ലെതറേറ്റിൻ്റെ ഒരു ഫിനിഷ് നമുക്കിവിടെ അറിയാൻ തന്നിട്ടുണ്ട്. നമുക്ക് ടോപ്പ് ട്രിമിലോട്ട് വരുമ്പോൾ എല്ലാ വേരിയൻസിലും സീറ്റ് ഈ ഒരു കളറായിരിക്കും. ബോഡി കളർ മാറുന്നതിനനുസരിച്ച് ഇൻറ്റീരിയർ മാറത്തില്ല. വൈറ്റ് ആണെങ്കിലും ഗ്രേ ആണെങ്കിലും റെഡ് ആണെങ്കിലും ഈ ഒരു സീറ്റ് സെയിം കളറായിരിക്കും. ഈ ഫിറ്റ് ഡിസൈൻ ഉൾപ്പെടെ സെയിം ആയിരിക്കും. ഏത് കളറായിരുന്നു ഇപ്പോൾ കസ്റ്റമർ പറയണ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് കസ്റ്റം ചെയ്യാൻ കസ്റ്റമൈസേഷനുള്ള ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പുറകിൽ നമുക്ക് റിയർ AC വെന്റ് ഉൾപ്പെടെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു മോഡലിനകത്ത്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആയതുകൊണ്ട് അറിയാലോ, അത്യാവശ്യം നല്ല കൂളിംഗ് കിട്ടും. അതോടൊപ്പം നമുക്ക് ഇതിനകത്ത് റിയർ AC വെന്റിനോടൊപ്പം നമുക്ക് ചാർജിങ് പോർട്ടും C പോർട്ടും നോർമൽ USB പോർട്ടും അവൈലബിൾ ആയിരിക്കും. വിത്ത് റിയർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡറും റിയർ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിരിക്കും വരുന്നത്. അതുപോലെ പറയേണ്ട മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ റിയർ സീറ്റ് 2 സ്റ്റെപ്പ് നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി കംഫർട്ടായിട്ട് നമുക്ക് വണ്ടിക്കകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു നല്ല അടിപൊളി പ്രീമിയം കാറിൽ കയറുന്ന ആ ഒരു രീതിക്കുള്ള ഒരു കളർ പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇരിക്കാൻ നല്ല അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമുക്കിവിടെ തന്നെ ഒരു കപ്പ് ഹോൾഡറൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ വലിയ ബിസിനസ് ഡീലൊന്നും അല്ല, എന്നാലും നമുക്ക് ചെറിയ ടെണ്ണമലൊക്കെ അടിച്ചിരിക്കണം എന്നുള്ളവർക്ക് അടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം തന്നിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു.
പിന്നെ എന്ത് പറയാൻ, ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തൊരു നല്ലൊരു ഒരു ഫിനിഷിങ് ഫീൽ കിട്ടുന്നുണ്ട്. വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ തന്നെ നല്ല ഒരു സീറ്റ് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സീറ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലെഗിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഹൈറ്റുള്ള ഒരാൾക്ക് എങ്ങനെയായിരിക്കും എന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റിന് ഇപ്പോൾ ഓക്കെയാണ്. കർവിലോട്ട് വരുമ്പോൾ 44 ലിറ്ററിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ആയിരിക്കും നമുക്ക് കർവിലോട്ട് വരുമ്പോൾ വരുന്നത്. അത് ഇലക്ട്രിക് ഓപ്പണിംഗ് ആയിരിക്കത്തില്ല, മാനുവലി ഓപ്പണിംഗ് ആയിരിക്കും നമുക്ക് അകത്തുനിന്ന് ചെയ്യേണ്ടി വരും. ഇതിന് ടയറും സെയിം സൈസ് തന്നെയാണോ? 18 ഇഞ്ചിൻ്റെ ടയേഴ്സ് ആയിരിക്കും വരുന്നത്. വിത്ത് 2 നോട്ട് ബേസ് മോഡലോട്ട് പോകുമ്പോൾ 17 ഇഞ്ചിൻ്റെ ടയേഴ്സിലോട്ട് മാറും. അലോയ്സ് ആയിരിക്കും നമുക്ക് 18 ഇഞ്ചിലോട്ട് വരുന്നത്. ടോപ്പ് ട്രിമിൽ മാത്രമേ ആ ഒരു അലോയ്സ് കിട്ടത്തുള്ളൂ, 18 ഇഞ്ചിൻ്റെ അലോയ്സ് കിട്ടത്തുള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പം 208 208 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരിക്കും നമുക്ക് കർവ് EVയിൽ നിന്ന് ഐസ് എഞ്ചിൻസിലോട്ട് വരുമ്പോൾ. സ്പെയർ ടയർ അവൈലബിൾ ആണ്. സൈസ് ചെറുതായിരിക്കും, 17 ഇഞ്ചിൻ്റെ ടയേഴ്സ് ആയിരിക്കും വരുന്നത്. $500 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആയിരിക്കും നമുക്ക് കർവിനകത്ത് വരുന്നത്. അതോടൊപ്പം ഇതിനോടൊപ്പം സ്പെയർ വീല് അവൈലബിൾ ആയിരിക്കും. സ്പെയർ വീല് വിത്ത് ടൂൾ കിറ്റ്സ് ഉൾപ്പെടെ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഒരുപാട് ലഗേജൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരെ കുറച്ചും കൂടി സീറ്റ് വരുമ്പോൾ 60-40 സ്പ്ലിറ്റപ്പ് ആയിരിക്കും വരുന്നത്. റിയർ സീറ്റ് സ്പ്ലിറ്റപ്പ് ആയിരിക്കും. തിരിച്ച് നമുക്കിത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു ബട്ടൺ അവൈലബിൾ ആണ്. ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. 3 രീതിയിൽ നമുക്ക് ബൂട്ട് അൺലോക്ക് ചെയ്യാം. അതായത് ഒൺസ് നമുക്ക് ഗസ്റ്റർ കൺട്രോൾ ത്രൂ, അതോടൊപ്പം നമ്മുടെ കീ, ഈ റിമോട്ട് കീ ത്രൂവും, അത് ഇൻറ്റീരിയറിലെ ഫിജിറ്റൽ പാനലിൽ വരുന്ന ബട്ടൺ വഴിയും നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയിൽ വരുന്ന മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ എനിക്കെന്തായാലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല അടിപൊളി വണ്ടിയാണ്. നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ്, നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയ ഒരു വണ്ടി തന്നെയാണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ അമർത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ വിഷ്ണുവിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇത് കൊടുത്തേക്കാം. അതായത് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ കോൺടാക്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വേറെ വീഡിയോ കാണാം. ബൈ.